എല്ലാവർക്കും നമസ്കാരം. കറണ്ട് അഫയേഴ്സ് 365ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നവംബർ മാസത്തെ നവംബർ 17 മുതൽ 23 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് 10 മില്യൺ 10 മില്യൺ വിലമതിക്കുന്ന അതായത് ഇന്ത്യയിൽ നിന്നും കൊള്ളയടിച്ച ഒരു സാധനം തിരിച്ച് ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US ആണെന്ന് നോക്കാം. US. അടുത്താണ് ഭാരത് നാഷണൽ സൈബർ സെക്യൂരിറ്റി എക്സസൈസ് ഇന്ത്യ നടത്തിയ ദിവസം ഏത് ആഴ്ചയെന്ന് ചോദിച്ചാൽ നവംബർ 18 മുതൽ 29 വരെയാണ് നാഷണൽ സൈബർ സെക്യൂരിറ്റി എക്സസൈസ് നടന്നതെന്ന് നോക്കുക. അടുത്താണ് ബോനിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ടൽ ആരംഭിച്ച മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് ജൽ ശക്തി. ഇനി ഇത് ഈ പോർട്ടൽ ആരംഭിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത സ്ഥാപനങ്ങളാണ്. ഒന്ന് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റി പ്ലസ് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്റർ. അടുത്താണ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനെ ആദരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നേപ്പാളാണെന്ന് നോക്കാം. നേപ്പാളാണ്. ഇനി ഇന്ത്യയുടെ ആർമി ചീഫ് ആരാന്ന് ചോദിച്ചാൽ ഉപേന്ദ്ര ദ്വിവേദിയാണെന്ന് നോക്കാം. അടുത്താണ് 2024 നവംബർ 21 കൈക്കൂലി അതുപോലെ തന്നെ വഞ്ചന ആരോപണം എന്നിവ കാരണം ഈ ഗൗതം അദാനിയായിട്ടുള്ള കരാറിൽ നിന്നും വിഡ്രോ ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ കെനിയാണ്. സോ കെനിയൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ആരാന്ന് ചോദിച്ചാൽ വില്യം റൂട്ടോ ആണെന്ന് നോക്കാം. അടുത്താണ് ജൂലിയൻ ഗോസ്വാമി, അതായത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ താരമായിട്ടുള്ള ജൂലിയൻ ഗോസ്വാമീൻ്റെ പേരിൽ ഒരു സ്റ്റാൻഡ് ആരംഭിച്ച സ്റ്റേഡിയം ഏതാണെന്ന് ചോദിച്ചാൽ ഈഡൻ ഗാർഡൻസ് ആണെന്ന് നോക്കാം, കൽക്കട്ട. അടുത്താണ് ഈ കോക്കിംഗ് കൽക്കരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ധാതു പട്ടികയിൽപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ നീതി ആയോഗാണെന്ന് നോക്കാം. ഈ പച്ചയിട്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടബിൾ പോയിന്റ് ആണ്. അടുത്താണ് പെപ്പിറ്റോ എന്നറിയപ്പെടുന്ന ഒരു സൂപ്പർ സൈക്ലോൺ, അതായത് മാൻയി എന്ന് പറഞ്ഞിട്ടുള്ള അഫക്റ്റ് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണ്. അടുത്താണ് റഫറൻഡത്തിലൂടെ പുതിയൊരു ഭരണഘടന വേണമെന്ന് പറഞ്ഞാൽ അംഗീകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഗാബോൺ ആണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഗാബോൺ. ഈ ആഫ്രിക്കയിലെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഗാബോൺ ഉള്ളത്. അതിൻ്റെ തലസ്ഥാനമാണ് ലിബ്രവിലെ. ഇനി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 123 റാങ്കാണ്. ഫ്രഞ്ച് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 80% ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഉള്ള രാജ്യമാണ് ഗാബോൺ. പിന്നെ വെസ്റ്റ് ആഫ്രിക്കയിലാണ്. ഇത് അതായത് നമ്മുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റിലെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഇത് വരുന്നത് നോക്കാം. സെൻട്രലായിട്ടും ആണും കൂടി നോക്കാം. അടുത്താണ് 2025 G20ക്ക് നേതൃത്വം കൊടുക്കുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക നോക്കാം. 2024 രാജ്യമാണ് ബ്രസീൽ. ഇനി 25ാമത്തെ ഹോൺബിൽ ഫെസ്റ്റിവലിന് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, ഔദ്യോഗിക പങ്കാളിയായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് വെയിൽസും അതുപോലെ തന്നെ ജപ്പാൻ. ഇനി 1987 ശേഷം ആദ്യമായിട്ട് ഒരു ദേശീയ സെൻസസ് നടത്തുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇറാഖാണെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം OP ജിൻഡാൽ യൂണിവേഴ്സിറ്റിയിലാണ് വരുന്നത് നോക്കാം. അത് എവിടെയെന്ന് ചോദിച്ചാൽ സോണിപേട്ട് ഹരിയാനയിലെ നോക്കാം. നവംബർ 23 അത് വന്നത് നോക്കാം. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് മോഡേൺ ആൻഡ് സെൽഫ് സഫീഷ്യൻറ്റ് ഗോശാല എവിടെയാണെന്ന് ചോദിച്ചാൽ ലലിത്പാറ ഗ്വാളിയർ, അതായത് മധ്യപ്രദേശ് നോക്കാം. അതിൻ്റെ പേരാണ് ആദർശ് ഗോശാല. അടുത്താണ് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആൻഡ് കേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 ഏപ്രിലിലെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ് നോക്കുക. അടുത്താണ് ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസേൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ 2023 നേടിയത് ഒന്ന് ഡാനിയൽ ബാരൻബോ, അതായത് പിയാനിസ്റ്റാണ്. പിന്നെ അലി അബു ആണെന്നും കൂടി നോക്കാം. അതേപോലെ തന്നെയാണ് ഗ്രീൻ വേൾഡ് എൻവയോൺമെൻറ്റൽ പ്രൈസ് നേടിയത് കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇനി ഓൾ ലിവിങ് തിങ്സ് എൻവയോൺമെൻറ്റ് ഫിലിം ഫെസ്റ്റിവൽ നടന്ന വേദി എവിടെയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലെ പഞ്ച്ഗനിയിലാണ് നോക്കുക. ഇനി വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OTT പ്ലാറ്റ്ഫോം ആരംഭിച്ച സ്ഥാപനമാണ് പ്രസാർ ഭാരതി. പ്രസാർ ഭാരതി. അടുത്താണ് മിസ് ചാം ഇന്ത്യ 2024 നേടിയത് ശിവാംഗി ദേശായി നോക്കാം. ഇനി പഞ്ചവത്സര ബോണ്ട്, അത് 5 ഇയർ ബോണ്ട് വഴി $500 മില്യൺ സമാഹരിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ SBI ആണ് നോക്കുക. അടുത്താണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ യൂത്ത് അവാർഡ് ഉണ്ട്. അത് പല വിഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിതിൽ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തർ ഏത് മേഖലയിലാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് മംഗ്രത റോയ്, അത് ഏത് ഡാൻസ് ഫോമാണെന്ന് ചോദിച്ചാൽ ഭരതനാട്യം നോക്കാം. അതേപോലെ കടം പരിക്ക് കഥക്ക് മേഖലയിലാണ് നോക്കാം. ഊർമിക മൈബം, അത് മണിപ്പൂരിയാന്ന് നോക്കാം. ഇനി റെഡ്ഡി ലക്ഷ്മി, റെഡ്ഡിയൊക്കെ ഏതാണ്ട് നമുക്ക് തെലുങ്കാന റീജിയനാണ് നമുക്കറിയാം. സോ കുച്ചിപ്പുടിയാണ് ഓർക്കാം. ഇനി അരൂപ ഗായത്രി പാണ്ഡ, അത് ഒഡീസിയാണ്. ഇനി ദിംപി ബൈശ്യ, അത് സത്രിയ ഡാൻസ് ഫോമാണ്. ഇനി അക്ഷര ദാസ്, അത് മോഹിനിയാട്ടം നോക്കുക. അതായത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തികൾ ഈ ഇടതുവശത്ത് കാണുന്ന ഇതാണ് പേഴ്സൺസ്. ഇവർ ഏത് മേഖലയിൽ നിന്നുള്ളതാണ് ഈ സെക്കൻഡ്
വിഭാഗത്തിൽ നമ്മൾ കാണിക്കുന്നത്. സോ നമ്മളിതിപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി ഈ അക്ഷരദാസ് ഏത് ഡാൻസ് മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പായിട്ട് കിട്ടണം മോഹിനിയാട്ടം ആണെന്ന് നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അടുത്താണ് പ്രദ്യുമ കുമാർ മോഹന്ത, അതൊരു ഛൗ നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി മിങ്ബ ലെപ്ച, അത് ക്രിയേറ്റീവ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഡാൻസ് ആണ്. ഇനി അപർണ നങ്ങ്യാർ, നങ്ങ്യാർ കൂട്ടാന്ന് നോക്കുക. സോ ഇതൊന്നും നിങ്ങൾക്ക് പേര് മനസ്സിലാവും. ഈ അപർണ നങ്ങ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൃത്തക്കാരിയാണ്. അത് ഏത് നൃത്തം ചോദിച്ചാൽ അവർ ഏത് നൃത്ത മേഖലയിലാണെന്ന് ചോദിച്ചാൽ നങ്ങ്യാർ കൂട്ടാന്ന് നോക്കുക. ഇത് 2022 ഇനി 2023 ഈ വിഭാഗത്തിൽ വരുന്നത്. അത് അപൂർവ ജയറാം, അവർ ഭരതനാട്യം ആണ് നോക്കുക. ഇനി മേദി, അത് കഥക്കാന്ന് നോക്കുക. ഇനി കലാമണ്ഡലം ബിപിൻ ശങ്കർ, കഥകളിയാണ്. അടുത്തത് റീപ ദേവി, അത് മണിപ്പൂരിയാന്ന് നോക്കുക. ഇനി സുരേന്ദ്രനാഥ്, അത് കുച്ചിപ്പുടിയാന്ന് നോക്കുക. ദേബാസിസ് പട്നായിക്, ഒഡീസി. ഇനി സൈക്യ, അവർ സത്രിയ മേഖലയാന്ന് നോക്കുക. വിദ്യാപ്രദീപ് മോഹിനിയാട്ടം. സുനിത മഹാത്തോ ഛൗ. ഇനി വെങ്കടേശ്വര കുപ്പുസ്വാമി, അത് മ്യൂസിക് ഫോർ ഡാൻസ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കിയുള്ളത് നോക്കാം. അടുത്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആരംഭിച്ച ഒരു സംരംഭമാണ് ഭീമം സുഖം പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കൊക്കെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റായ രീതിയിൽ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തടയാൻ വേണ്ടിയിട്ടാണ് ഭീമ സുഖം പ്ലാറ്റ്ഫോം ആരംഭിച്ചത് നോക്കുക. അത് ആരംഭിച്ചതാണ് IRDAI, ഓക്കെ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്താണ് നമുക്ക് നരേന്ദ്രമോദിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അവാർഡ്സ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ഗയാനേൻ്റെ ആണ്. ഗയാനേൻ്റെ ഇർഫാൻ അലി എന്ന് പറയുന്ന പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊടുത്താണ് ഓർഡർ ഓഫ് എക്സലൻസ്. രണ്ടാമത്താണ് ഡൊമിനിക്ക രാജ്യം കൊടുത്തിരിക്കുന്നതാണ് ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ. സോ അത് ഡൊമിനിക്കൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ സിൽവാനി ബർട്ടൺ. അതേപോലെ തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കാം. അടുത്താണ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആണ്. നൈജീരിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ബോല അഹമ്മദ് ആണ് നോക്കുക. UK പ്രൈം മിനിസ്റ്റർ ഖെയർ സ്റ്റാമർ ആണ് നോക്കുക. ഇനി ദുബായ് സ്പോർട്സ് കൗൺസിൽ അംബാസഡറായിട്ട് തിരഞ്ഞെടുത്തതെന്ന് ഹർഭജൻ സിംഗ്, പിന്നെ സാനിയ മിർസ. ഇനി ഇന്റർപോളിൻ്റെ പുതിയ സെക്രട്ടറി ജനറൽ ഇമ്പോർട്ടൻ്റ് ആണ് വാൽഡസി ഉസ്കിസ, അത് ബ്രസീലിയൻകാരെയാണ് നോക്കുക. ഇനി പുതിയ CAG ഇമ്പോർട്ടൻ്റ് ആണ് K സഞ്ജയ് മൂർത്തിയാണ് നോക്കുക. ഇനി ആന്ധ്രാപ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വുമൺ ക്രിക്കറ്റ് ഓപ്പറേഷൻസിൻ്റെ മെൻഡറായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മിതാലി രാജ് നോക്കുക. ഇനി ഇൻ്റർനാഷണൽ മൈൻഡ് സ്പോർട്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് നന്ദകുമാർ ഝാ. ഇനി സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ സന്ധ്യ പുരേച്ച. അടുത്തത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടാറ്റ സ്റ്റീൽ ചാമ്പ്യൻഷിപ്പായിട്ട് ടൈറ്റിൽ നേടിയത് മാഗ്നസ് കാൾസൺ ആണ് നോക്കുക. ഇനി നാഷണൽ ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടിയത് ഒഡീസയാണ്. നാഷണൽ ഫിൻ സ്വിം ചാമ്പ്യൻഷിപ്പ് നേടിയത് വെസ്റ്റ് ബംഗാളാണ്. ഇനി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഓപ്പൺ ടൈറ്റിൽ ടൂർണമെൻറ്റ് ടൈറ്റിൽ നേടിയത് ഹർഷിത് ഭൈംകറും പ്രിഷ ഷായാണെന്ന് നോക്കാം. ഇനി കൊക്കോ 2025 വേദി, കൊക്കോ ഗെയിംസിൻ്റെ വേദി 2025 ഇന്ത്യ നോക്കാം. ഇനി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വുമൻസ് ടൈറ്റിൽ നേടിയത് ഇന്ത്യയാണ് ചൈനയെ തോൽപ്പിച്ചത്. ഇനി 5th ബില്ലി ജീൻ ടെന്നീസ് ടൈറ്റിൽ നേടിയത് ഇറ്റലിയെ നോക്കാം. സോ ഈ ബില്ലി ജീൻ എന്ത് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏത് കളിയായിട്ട് ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ടെന്നീസാണ് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നവംബർ മാസത്തെ വീക്കിലി കറണ്ട് അഫയേഴ്സ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം.